പണ്ട് പണ്ടൊരു കാട്ടിൽ സുന്ദരിയായ മുയൽ താമസിച്ചിരുന്നു. അവൾ ഭംഗിയുള്ള ഒരു ചുവപ്പ് തൊപ്പി എപ്പോഴും ധരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ എല്ലാവരും കുസൃതിക്കുട്ടി, ചുവന്ന സുന്ദരി എന്ന് വിളിച്ചു. ഒരു ദിവസം അവളുടെ അമ്മ ഒരു ചെറിയ കുട്ടയുമായി അവളുടെ അടുത്തേക്ക് വന്നു. നമ്മുടെ മുത്തശ്ശിക്ക് തീരെ സുഖമില്ല. ദാ മുത്തശ്ശിക്ക് വേണ്ടി കുറച്ച് പഴങ്ങളാണ് ഇതിലുള്ളത്. ഇത് കൊണ്ടുപോയി മുത്തശ്ശിക്ക് കൊടുക്കാം. മുത്തശ്ശിക്ക് അതൊരു ആശ്വാസമാകും. ശരി അമ്മേ, ഞാൻ ഇപ്പൊ തന്നെ പോകാം. ഇത് കേട്ടതും ചുവന്ന സുന്ദരി തന്റെ ചുവപ്പ് തൊപ്പി നേരെയാക്കി തന്റെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി. അപ്പോഴാണ് അതുവഴി ഒരു ആന നടന്നു വന്നത്. അല്ല, എങ്ങോട്ടാണ് ഒറ്റയ്ക്ക് ഈ നേരത്തൊരു യാത്ര? മുത്തശ്ശിക്ക് തീരെ സുഖമില്ല. അമ്മ പറഞ്ഞിട്ട് മുത്തശ്ശിയെ കാണാൻ പോവുകയാ. കൂട്ടിന് വേറെ ആരെങ്കിലും വിളിച്ചുകൂടായിരുന്നോ? അത് കുഴപ്പമില്ല, ഇവിടെ അടുത്തല്ലേ. എന്തായാലും സൂക്ഷിച്ചു പോണേ. ഞാൻ കുറച്ചു കഴിഞ്ഞാൽ അതുവഴിയാണ് വരിക. തിരിച്ചു വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് വരാം. എന്താ? ഓക്കേ. ഇതും പറഞ്ഞ് അവർ രണ്ടുപേരും പിരിഞ്ഞു. അങ്ങനെ അവൾ വീണ്ടും കാട്ടിലൂടെ പോകുന്ന സമയത്ത് ഒരു കുറുക്കൻ അവളുടെ മുന്നിൽ വന്നു നിന്നു. നമസ്കാരം. എങ്ങോട്ടേക്കാണ്? ഒറ്റയ്ക്കൊരു യാത്ര. എന്താണ് ഈ കുട്ടയിൽ? എന്റെ മുത്തശ്ശിക്ക് തീരെ വയ്യ. അമ്മ പറഞ്ഞിട്ട് മുത്തശ്ശിയെ കാണാൻ പോവുകയാ. മുത്തശ്ശിക്കുള്ള ഭക്ഷണമാണ് ഇതിലുള്ളത്. എന്തായാലും നന്നായി. എനിക്കും നിന്റെ മുത്തശ്ശിയെ കാണണമെന്ന് വല്ലാത്തൊരാഗ്രഹം. എവിടെയാ മുത്തശ്ശിയുടെ വീട്? മഞ്ചാടിക്കുന്നിനപ്പുറമാണ്. ഓ, കുറച്ചു പോകാനുണ്ട് അല്ലേ? എനിക്കിവിടെ കുറച്ചുകൂടി ജോലിയുണ്ട്. ഞാൻ പിന്നെ വന്ന് മുത്തശ്ശിയെ കണ്ടോളാം. ഓക്കേ, എന്നാ ശരി, ഞാൻ പോട്ടെ. ബൈ. ഇതും പറഞ്ഞ് ചുവന്ന സുന്ദരി മുയൽ നടന്നു നീങ്ങി. ഇവളവിടെ എത്തുമ്പോഴേക്കും കുറുക്കു വഴിയിലൂടെ പോയി മുത്തശ്ശിയെ പിടിക്കാം. എന്നിട്ട് ഇവളെ കാത്തിരിക്കാം. ആ ചുവന്ന സുന്ദരി മുയൽ പോകുന്ന വഴിയിൽ ഒരു മനോഹരമായ പൂന്തോട്ടം ഉണ്ടായിരുന്നു. അതിൽ നിറയെ പല നിറത്തിലുള്ള ചിത്രശലഭങ്ങളും ഉണ്ടായിരുന്നു. സമയം കുറുക്കൻ തന്റെ കുറുക്കു വഴികളിലൂടെ ചുവന്ന സുന്ദരി മുയൽ എത്തുന്നതിന് മുന്നേ അവൾ പറഞ്ഞു കൊടുത്ത മുത്തശ്ശിയുടെ വീടിന് മുന്നിലെത്തി. ജനൽ വഴി കുറുക്കൻ പതുക്കെ തലയിട്ട് നോക്കി. പെട്ടെന്നാണ് മുത്തശ്ശി കുറുക്കനെ കണ്ടത്. കുറുക്കനെ കണ്ടതും മുത്തശ്ശി അലറി. കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് ഒരു റൂമിൽ പോയി വാതിലടച്ചു. എല്ലാം പെട്ടെന്നായത് കൊണ്ട് തന്നെ നടന്നത് എന്തെന്ന് കുറുക്കന് മനസ്സിലായില്ല. അവന് ദേഷ്യം വന്നു. കുറുക്കൻ വീട്ടിലേക്ക് കയറി. കൊള്ളാം. ഈ മുത്തശ്ശിയുടെ തലയിലിടുന്ന തുണിയും ഈ പുതപ്പും മൂടിക്കൊണ്ട് ഈ സോഫയിൽ ഞാൻ കാത്തിരിക്കാം. ആ ചുവന്ന സുന്ദരി എന്നെ അവളുടെ മുത്തശ്ശിയാണെന്ന് കരുതി എന്റെ അടുത്തേക്ക് വരും. കുറുക്കൻ അവിടെ തൂക്കിയിട്ട മുത്തശ്ശിയുടെ തലയിലിടുന്ന തുണിയും തൊപ്പിയും കൈക്കലാക്കി. അതിനുശേഷം സോഫയിൽ പുതച്ചു മൂടിക്കിടന്നു. മുത്തശ്ശിയുടെ ശബ്ദത്തിൽ കുറുക്കൻ ചോദിച്ചു, ആരായത്? മുത്തശ്ശി, വാതിൽ തുറക്ക്. ഇത് ഞാനാ, മുത്തശ്ശിയുടെ ചെറുമോളാ. ഉള്ളിലേക്ക് വരൂ മോളെ. മുത്തശ്ശി ഈ സോഫയിൽ കിടക്കുന്നുണ്ട്. തീരെ വയ്യ. മോളങ്ങോട്ടൊന്ന് വന്നേ. കുറുക്കൻ തന്റെ ശരീരത്തിലെ കുറെ ഭാഗങ്ങൾ ആ പുതപ്പിനുള്ളിലേക്ക് മറച്ചു പിടിച്ചു. തല തുണി കൊണ്ടും മൂടി. മുത്തശ്ശിക്ക് തീരെ വയ്യ അല്ലേ? ആ അതെ മോളെ. മോളിന്ന് അടുത്തേക്ക് വന്നേ. മുത്തശ്ശിയുടെ ചെവി എന്താ ഇങ്ങനെ? സുഖമില്ലാഞ്ഞിട്ടാ മോളെ. ചെവി വേദനയാണ് മോളെ. അതുകൊണ്ടാണ് ചെവി വലുതായത്. അയ്യോ, മുത്തശ്ശിയുടെ രണ്ട് സൈഡിലുള്ള പല്ലും വലുതായിട്ടുണ്ടല്ലോ. പല്ലുവേദനയുണ്ടോ?
ഓ, ഉണ്ട്. ഇല്ലാത്ത വേദനകൾ ഒന്നും തന്നെ ഇല്ല മോളെ. ഇപ്പൊ എനിക്ക് വിശപ്പിന്റെ വേദനയാ. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുതേ. അപ്പോഴാണ് ഒരാന അതുവഴി നടന്നു പോയത്. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുതേ. രക്ഷിക്കണേ. ഇത് കേട്ട ആന ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടി. ദാ, ഇത് കേട്ട കുറുക്കൻ പേടിച്ചു വിറച്ചു. ആനയെ കണ്ടതും കുറുക്കൻ പേടിച്ചോടിപ്പോയി. തന്റെ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് മനസ്സിലാക്കിയ ചുവന്ന സുന്ദരി മുയൽ ഓടി വന്ന് ആനയെ കെട്ടിപ്പിടിച്ചു. അയ്യോ, ഉറുമ്പ്. എന്താ, എന്തു പറ്റി? ആ, ഉറുമ്പ് കടിച്ചിട്ടാ. ഇവിടെ മുഴുവൻ ഉറുമ്പാണ്. മുത്തശ്ശി, ഇവളെ ഉറുമ്പ് കടിച്ചു. ആണോ? എന്നിട്ട് തട്ടിക്കളഞ്ഞില്ലേ? ഓ, അതൊക്കെ എപ്പോഴോ പോയി. മുത്തശ്ശി, ഈ ഉറുമ്പുകൾ എന്തിനാ നമ്മൾ കളിക്കുന്ന സ്ഥലത്ത് തന്നെ കൂടുണ്ടാക്കുന്നത്? എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ് മക്കളെ. മുത്തശ്ശി, എന്നാൽ ഇന്ന് ഉറുമ്പുകളുടെ ഒരു കഥ പറഞ്ഞു തരുമോ? അതിനെന്താ, വാ നമുക്ക് അപ്പുറത്തിരിക്കാം. പണ്ടൊരിടത്ത് കുറച്ച് ഉറുമ്പുകളും ഒരു തവളയും ജീവിച്ചിരുന്നു. എല്ലാ ദിവസവും ഉറുമ്പുകൾ എവിടെ നിന്നെങ്കിലും ധാന്യമണികൾ ശേഖരിച്ചു കൊണ്ടിരുന്നു. അവരാ ജോലി വളരെ അച്ചടക്കത്തോടെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മുടെ തവളക്കുട്ടനാകട്ടെ മഹാമയനും മനസ്സനുമായിരുന്നു. ദിവസം മുഴുവനും ഉറങ്ങിയും പാട്ടുപാടിയും നാളെക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാതെ കളിച്ചു രസിച്ചും അവൻ ജീവിതം ആസ്വദിച്ചു. ഒരു ദിവസം ഒരു ഉറുമ്പ് അവന്റെ വീടിന് മുന്നിലൂടെ ഒരു ധാന്യമണി തലയിൽ വെച്ച് പോവുകയായിരുന്നു. അപ്പോൾ തവള ഉറുമ്പിനോട് പറഞ്ഞു, നിങ്ങളുടെ ഈ കഷ്ടപ്പാട് എന്ന് തീരും? എന്നും ഈ ധാന്യമണികൾ ചുമന്നുകൊണ്ട് പോകാനാണ് നിന്റെയൊക്കെ വിധി. ഇത് കേട്ട ഉറുമ്പിന് സങ്കടം വന്നു. അവനൊന്നും പറയാതെ തലയും താഴ്ത്തി നടന്നുപോയി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. തവള തന്റെ അലസത മാറ്റിയില്ല. അവൻ കുളത്തിൽ നീരാടിയും ഉറങ്ങിയും പാട്ടുപാടിയും ദിവസങ്ങൾ ചെലവഴിച്ചു. എന്നാൽ ഉറുമ്പുകളെല്ലാവരും കഠിനമായി അധ്വാനിച്ച് അവർക്ക് വേണ്ട ഭക്ഷണം തങ്ങളുടെ കൊട്ടാരത്തിൽ ശേഖരിച്ചു വെച്ചുകൊണ്ടിരുന്നു. ഒരു ധാന്യമണി തലയിൽ വെച്ച് പോവുകയായിരുന്ന ഉറുമ്പ് അതിന്റെ ഭാരം താങ്ങാനാവാതെ നിലത്ത് വീണു. ക്ഷീണിതനും മുറിവേറ്റതുമായ ഉറുമ്പിനെ സഹായിക്കേണ്ടതിന് പകരം തവള ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഉറുമ്പ് വിഷമത്തോടെ ചോദിച്ചു, ഹേ തവളക്കുട്ട, ഞങ്ങളുടെ കൊട്ടാരത്തിലേക്ക് പോകാൻ എന്നെ ഒന്ന് സഹായിക്കാമോ പ്ലീസ്? ഓ, പിന്നെ നിന്നെ സഹായിക്കലാണല്ലോ എന്റെ പണി. പോയെ പോയെ, എനിക്ക് ഒരുപാട് പണികളുണ്ട്. എന്ത് പണി? അതൊന്നും നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല. പോയെ പോയെ. ഇത് കേട്ട ഉറുമ്പിന് സങ്കടം വന്നു. അവനൊന്നും പറയാതെ ധാന്യമണി വീണ്ടും തലയിൽ എടുത്തു വെച്ച് നടന്നുപോയി. ഓ, നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? അതവിടെ ഇട്ടിട്ട് വാ. നമുക്ക് രണ്ട് കളിയൊക്കെ കളിച്ചിട്ട് പാട്ടൊക്കെ പാടിയിട്ട് എൻജോയ് ചെയ്ത് പോകാം. എന്താ? ഞങ്ങൾ തണുപ്പ് കാലത്തേക്കുള്ള ഭക്ഷണം ശേഖരിച്ചു വെക്കുകയാണ്. നീയും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിനക്കും ഉപകാരപ്പെടും. അതൊക്കെ മഞ്ഞുകാലം വരുമ്പോഴല്ലേ, അപ്പോൾ ചിന്തിച്ചാ പോരെ. ഇപ്പോഴേ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതും പറഞ്ഞു ഉറുമ്പ് അവിടെ നിന്നും നടന്നു നീങ്ങി. അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. വേനൽക്കാലം പോയി മഞ്ഞുകാലം വന്നു. തവളയ്ക്ക് വിശക്കാൻ തുടങ്ങി. എന്നാൽ വീട്ടിനുള്ളിൽ കഴിക്കാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പോയാൽ എന്റെ കഥ ഇതോടെ തീരും. എനിക്ക് വിശക്കുന്നേ. അയ്യോ, ആ ഉറുമ്പുകൾ ചെയ്തത് തന്നെയാണ് ശരി. അന്ന് അവൻ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു. എന്തായാലും അവരുടെ അടുത്തേക്ക് പോയി നോക്കാം.
ആർക്കും നിങ്ങളുടെ പാട്ട് കേൾക്കണ്ട. എല്ലാവർക്കും ഉറങ്ങാൻ സമയമായി. ഓക്കേ, പാട്ട് കേൾക്കണ്ടെങ്കിൽ വേണ്ട. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് വിശക്കുന്നു. 2-3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ മഞ്ഞുകാലത്തേക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചില്ലേ? ഇല്ല. അപ്പോൾ വേനൽക്കാലം മുഴുവനും നീ എന്ത് ചെയ്യുകയായിരുന്നു? എനിക്ക് ഭക്ഷണം ശേഖരിക്കാൻ സമയമില്ലായിരുന്നു. പാട്ട് പാടിയും കിടന്നുറങ്ങിയും ഞാൻ സമയം നശിപ്പിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ ഭക്ഷണം ശേഖരിക്കാൻ. എന്നിട്ട് നീ അത് ചെയ്തില്ല എന്നത് മാത്രമല്ല, ചെയ്യുന്ന എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും നോക്കി. നീ വരുന്ന മഞ്ഞുകാലത്തെ പറ്റി ചിന്തിച്ചില്ല, അതല്ലേ ശരി? ശരിയാണ്, എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. അങ്ങനെ തന്റെ തെറ്റ് മനസ്സിലാക്കിയ തവളയ്ക്ക് നല്ലവരായ ഉറുമ്പുകൾ ഭക്ഷണവും ചൂടും കൊടുത്തു. അവർ നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞു. സമ്പത്ത് കാലത്ത് തൈ പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്ന് പറഞ്ഞാൽ എന്താണ് മുത്തശ്ശി? തവള വേനൽക്കാലത്ത് ഭക്ഷണമൊന്നും ശേഖരിക്കാതെ കളിച്ചു നടന്നില്ലേ? മഞ്ഞുകാലം വന്നപ്പോഴോ തവള പട്ടിണിയായി. അതാണ് പറഞ്ഞത്. ആരോഗ്യമുള്ളപ്പോൾ നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്തു വെച്ചാൽ ആപത്ത് കാലത്ത് നമ്മൾക്കത് സഹായകരമാകും. ഹായ്, നല്ല നെയ്യപ്പത്തിന്റെ മണം. അമ്മ നെയ്യപ്പം ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വാ പോയി നോക്കാം. അമ്മേ, മുത്തശ്ശി എവിടെ പോയി? കോഴികളെ നോക്കി പുറത്തുണ്ട്. മുത്തശ്ശി, അമ്മ അടിപൊളി നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ടോ? എങ്ങനെയുണ്ട് നെയ്യപ്പം? ഇഷ്ടമായോ? അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് മുത്തശ്ശിക്ക് അറിയാമോ? ഇത് നല്ല വറുത്ത അരിപ്പൊടിയും ശർക്കരയും എള്ളും പഴവും നെയ്യും ഏലക്കായും എല്ലാം ചേർത്ത് എണ്ണയിലിട്ട് വറുത്തെടുക്കുന്നതാണ്. നല്ല രസമുണ്ട് കഴിക്കാൻ. ഇനി എന്നും അമ്മയോട് ഉണ്ടാക്കി തരാൻ പറയണം. അയ്യോ അയ്യോ മുത്തശ്ശി, എന്റെ നെയ്യപ്പം കാക്ക തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. കരയണ്ട, മുത്തശ്ശി വേറെ എടുത്തു തരാം. കരയല്ല മോളെ. എന്ത് പറ്റി? എന്തിനാ കരയുന്നത്? അവളുടെ നെയ്യപ്പം കാക്ക തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. ഓ, അതാണോ കാര്യം? അത് സാരമില്ല, പോട്ടെ. ദാ ഇവിടെ ഇനിയും ഉണ്ടല്ലോ നെയ്യപ്പം. മുത്തശ്ശി, എന്നാൽ ഇന്ന് ഒരു കാക്കയുടെ കഥ പറഞ്ഞു തരുമോ? അതിനെന്താ? എന്നാൽ ഇന്ന് മോളുടെ നെയ്യപ്പം കട്ടുകൊണ്ടുപോയാ ആ കാക്കയുടെ കഥ തന്നെ ആവട്ടെ. മോളുടെ നെയ്യപ്പവുമായി കാക്ക നേരെ പോയത് ഒരു കാട്ടിലേക്കാണ്. അപ്പോഴാണ് ഒരു കുരങ്ങൻ അതുവഴി വന്നത്. പെട്ടെന്നാണ് നെയ്യപ്പത്തിന്റെ മണം കുരങ്ങന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എവിടെ നിന്നാണ് ഈ മണം വരുന്നത്? കുരങ്ങൻ മണം വരുന്ന സ്ഥലത്തേക്ക് ലക്ഷ്യം വെച്ച് നടന്നു. നല്ല നെയ്യപ്പത്തിന്റെ മണമാണല്ലോ. ഈ കാട്ടിലിപ്പോ ഇതാരാണ് ഇത്രയും മണമുള്ള നെയ്യപ്പം ഉണ്ടാക്കാൻ? അതും ഞാൻ അറിയാതെ. ഇത് കണ്ട കൊതിയനായ കുരങ്ങൻ മുളച്ചിറക്കി. അപ്പോ അവിടെ നിന്നാണ് മണം വന്നത്. ഇവൾക്ക് ഇത് എവിടുന്ന് കിട്ടി? ആ നെയ്യപ്പം കുറച്ച് ചോദിച്ചു നോക്കിയാലോ? അങ്ങനെ ചോദിച്ചാൽ ചോദിച്ച ഉടനെ തന്നെ തരാൻ മാത്രം മണ്ടിയല്ല.
എന്തെങ്കിലും ഒരു സൂത്രം ഒപ്പിക്കണം. സൂത്രത്തിൽ ചോദിച്ചാലേ കിട്ടൂ. കറുപ്പ് എനക്ക് പിടിച്ച കളറേ താനേ. എന്താ കുരങ്ങച്ചാരെ, പാട്ടൊക്കെ പാടി നല്ല സന്തോഷത്തിലാണല്ലോ. അത് പിന്നെ എന്റെ പാട്ട് നിങ്ങൾക്കൊക്കെ അല്ലേ കേൾക്കാൻ ഇഷ്ടമില്ലാത്തത്? എന്റെ പാട്ട് കൊണ്ട് എന്നെ പണ്ട് നാട് കടത്തിയവരല്ലേ നിങ്ങൾ. എനിക്ക് എന്റെ പാട്ട് അന്നും ഇന്നും ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് പാടുമ്പോഴും പാട്ട് കേൾക്കുമ്പോഴും കിട്ടുന്ന സന്തോഷം നിങ്ങളെപ്പോലെ സംഗീത ബോധമില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ആര് പറഞ്ഞു എനിക്ക് സംഗീത ബോധമില്ല എന്ന്? കുയിൽ റഹ്മാന്റെ മ്യൂസിക് ട്രൂപ്പിൽ പാടാൻ ക്ഷണം കിട്ടിയതാ എനിക്ക്. ഞാൻ പോവാഞ്ഞിട്ടല്ലേ? ഓ പിന്നെ ഉളു അടിക്കാതെ. ഉളിവടിച്ചതല്ല, സത്യം പറഞ്ഞാൽ എന്റെ പാട്ടിനോട് മത്സരിക്കാൻ കുയിൽ റഹ്മാന് പോലും ആവില്ല. അതുകൊണ്ടല്ലേ അങ്ങേരുടെ ട്രൂപ്പിലേക്ക് പാടാൻ വിളിച്ചത്. അപ്പോൾ അതാണ് കാര്യം. എന്ത് കാര്യം? ഈയിടെയായി കാട്ടിലൊരു സംസാരമുണ്ട്. എന്ത് സംസാരം? എന്നേക്കാൾ നല്ല പാട്ട് നിന്റെയാണെന്ന്. അത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ശരിയാണോ എന്നറിയാൻ നമുക്കൊരു മത്സരം വെച്ചാലോ? എന്താ? അതിനെന്താ, ഞാൻ റെഡി. എന്നാൽ തുടങ്ങിയേക്കാം. ആദ്യം നിന്റെ പാട്ട് തന്നെ ആയിക്കോട്ടെ. കറുപ്പിനഴക് ഓ വെളുപ്പിനഴക്. ഓ നിർത്ത്. ഇങ്ങനെയാണോ പാടുക? സംഗതി വന്നില്ല. പാടുമ്പോ ശരീരം അതിൽ ലയിച്ചില്ലാതാകണം. പാടുമ്പോൾ നമ്മളറിയാതെ ആടണം. ഓക്കെ എന്നാ പിടിച്ചോ. കറുപ്പിനഴക് ഓ വെളുപ്പിനഴക്. അയ്യോ. കാക്ക ആടിപ്പാടിയപ്പോൾ നെയ്യപ്പം പെട്ടെന്ന് താഴേക്ക് വീണു. താങ്ക്സ്. എന്നാ ഞാൻ അങ്ങോട്ട്. നിന്റെ പാട്ട് തന്നെ സൂപ്പർ. കള്ളക്കുരങ്ങ, പണി പറ്റിച്ചില്ലേ? കുരങ്ങൻ നെയ്യപ്പം കിട്ടിയ സന്തോഷത്തിൽ നടന്നുപോയി. അപ്പോഴാണ് അതുവഴി നമ്മുടെ ആനക്കുട്ടി നടന്നു വന്നത്. അയ്യോ, ആനക്കുട്ടിയല്ലേ ആ വരുന്നത്? അവൻ ഈ നെയ്യപ്പം കണ്ടാൽ വേണ്ടി വരും. അവന് മൂക്കിൽ വലിക്കാൻ പോലും ഇത് കാണില്ല. എന്നാലും അവൻ കാണാതെ ഇത് ഒളിപ്പിച്ചു വെക്കാം. എങ്ങോട്ടാ കുരങ്ങച്ച പതിവില്ലാതെ? ഒന്നുമില്ല, ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. മോർണിംഗ് വാക്ക് ഉച്ചക്ക്? സത്യം പറ, എന്താ ഒരു കള്ളലക്ഷണം? ഹേയ്, അത് ജന്മനാ ഉള്ളതാ. ഒന്നുമില്ല, നിനക്ക് തോന്നുന്നതാ. അതെനിക്കറിയാം. എന്താ നിന്റെ കയ്യിൽ? നോക്കട്ടെ. ഒന്നുമില്ല, ദാ കണ്ടില്ലേ? അപ്പോഴാണ് കാക്ക അതുവഴി വന്നത്. ആനച്ചാരെ, ഈ കുരങ്ങൻ എന്റെ കയ്യിൽ നിന്നും നെയ്യപ്പം സൂത്രത്തിൽ കൈക്കലാക്കി. അമ്പട കള്ള. അപ്പൊ അതാണല്ലേ എന്റെ മുന്നിൽ ഒളിച്ചു കളിച്ചത്? അത് പിന്നെ നല്ല നെയ്യപ്പം കഴിച്ചിട്ട് കാലം കുറെ ആയി. നിനക്ക് എന്നോട് ചോദിച്ചാ പോരായിരുന്നോ? ഞാൻ തരുമായിരുന്നല്ലോ. ആ നെയ്യപ്പം ഇങ്ങു തന്നെ, നമുക്കെല്ലാവർക്കും വീതിച്ചെടുക്കാം. അതല്ലേ കാട്ടിലെ നിയമം. അങ്ങനെ ആ നെയ്യപ്പം അവർ പരസ്പരം വീതിച്ചു കഴിച്ചു. സൂത്രത്തിൽ നേടുന്നതൊന്നും ശാശ്വതമല്ല. അമ്മേ, ഞാൻ റെഡിയായി. ഇവൻ ഇതുവരെ എഴുന്നേറ്റില്ലട്ടോ. നിനക്ക് നിന്റെ കാര്യം നോക്കിയാ പോരെ? അതിനിടയ്ക്ക് എന്തിനാ എനിക്ക് പാറ വെക്കുന്നത്? ഞാൻ എന്റെ കാര്യമല്ലേ പറഞ്ഞത്. പിന്നെ നിനക്ക് നേരം വൈകിയാൽ ഇന്ന് ടീച്ചറുടെ അടുത്ത് നിന്ന് തല്ല് കിട്ടണ്ടെന്ന് കരുതിയിട്ടാ. ഇതുവരെ എഴുന്നേറ്റില്ലേ? അമ്മ വന്നാൽ നല്ല തല്ല് കിട്ടും കേട്ടോ. വേഗം എഴുന്നേറ്റ് സ്കൂളിൽ പോകാൻ നോക്കിക്കേ. മടിയാവുന്നു മുത്തശ്ശി. മടി മാറാൻ മുത്തശ്ശി ഒരു ചെറിയ കഥ പറഞ്ഞു തരാം. പണ്ടൊരു കാട്ടിൽ മടിയനായ ഒരാന ജീവിച്ചിരുന്നു. മഹാമടിയനായിരുന്നു ആന. കാണാൻ വലിപ്പമുണ്ടെങ്കിലും മനസ്സ് തീരെ ചെറുതായിരുന്നു. ഇവിടെ വന്നേ, ചോദിക്കട്ടെ. എന്താ ചേട്ടാ? എന്താടാ നിന്റെ സഞ്ചിയിൽ? നോക്കട്ടെ. അത് പിന്നെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളാ. താ നോക്കട്ടെ. എനിക്ക് ഇന്നത്തേക്കുള്ളതായി. ഇനി നീ പോയിക്കോ. അയ്യോ ചേട്ടാ,
അത് വീട്ടിലേക്കുള്ളതാണ്. ഓടാ. ഇത് കേട്ട് പാവം മുയൽ പേടിച്ചോടിപ്പോയി. കൊച്ചു കൊച്ചു ജീവികളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി ആഹാരം കൈവശപ്പെടുത്തുകയാണ് അവന്റെ പണി. ആനയുടെ ഈ സ്വഭാവം കാരണം അവന്റെ സമീപത്തു കൂടി ഒരു കൊച്ചു ജീവിയും പോകാതെയായി. ഒരിക്കൽ നമ്മുടെ ആനക്കുട്ടി വിശന്ന് വലഞ്ഞു നടക്കവേ പെട്ടെന്നാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇത് കണ്ട ആന പറഞ്ഞു, അത് കൊള്ളാം. എട്ടുകാലി, എനിക്ക് വല്ലാതെ വിശക്കുന്നു. നീ പിടിക്കുന്നതിൽ 1-2 എനിക്ക് കൂടെ തന്നൂടെ? എന്നെ പോലെ നിനക്കും പണിയെടുത്താൽ എന്താ, വിശാലായി ഭക്ഷണം കഴിക്കാലോ. ഓ അതോ, അതൊക്കെ കഴിയുമ്പോ ഒരു തരം ക്ഷീണം വേദനയും എന്നെ കൊണ്ടൊന്നും വയ്യേ. ഇവനൊരു മണ്ടനാണെന്നുള്ളത് 100 വട്ടം ഉറപ്പ്. ഇന്ന് ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം. എനിക്കൊരു മന്ത്രമറിയാം, നീ കേട്ടിട്ടുണ്ടോന്നറിയില്ല. എത്ര പണിയെടുത്താലും നമുക്ക് ക്ഷീണവും വേദനയും ഒന്നും തോന്നില്ല. ഏറ്റവും അടുത്ത് നിൽക്കുന്നതാരോ അവർക്കാണ് അത് അനുഭവപ്പെടുക. അങ്ങനെ ഒരു മന്ത്രമുണ്ടല്ലേ? എനിക്കൊന്ന് പഠിപ്പിച്ചു തരോ? പിന്നെന്താ, പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. ഇന്നു മുതൽ കുറച്ചു ദിവസത്തേക്ക് നിനക്ക് കിട്ടുന്ന ഭക്ഷണമൊക്കെ നീ മറ്റുള്ളവർക്കും കൊടുക്കണം. എന്നാലേ ക്ഷീണവും വേദനയും അവർക്കും വരികയുള്ളൂ. പിന്നെ മന്ത്രം ചൊല്ലാതെ തന്നെ നിന്റെ ക്ഷീണം അവർക്ക് വരും. എന്തു പറയുന്നു? ആന കുറച്ചു നേരം ആലോചിച്ചു. കുറച്ചു ദിവസത്തെ പ്രശ്നമല്ലേ ഉള്ളൂ. മന്ത്രം പഠിച്ചു കഴിഞ്ഞാൽ എക്കാലവും സുഖം. ഓക്കേ, ശരി. എങ്കിൽ പുഴക്കരയിൽ പോയി ആദ്യം മീൻ പിടിക്ക്. എന്ത് ജോലി ചെയ്യുമ്പോഴും ഈ മന്ത്രം ചൊല്ലിയാൽ മതി. ചച്ചുടു ചുച്ചുടു പിച്ചുടു കുച്ചുടു തക്കുടു തക്കുടു 1 2 3. മന്ത്രവും പഠിച്ച് ആനക്കുട്ടൻ വേഗം ചൂണ്ടയെടുക്കാൻ വീട്ടിലേക്ക് പുറപ്പെട്ടു. വീട്ടിൽ പോയി ചൂണ്ടയും എടുത്ത് പുഴക്കരയിലേക്ക് നടന്നു. അപ്പോഴാണ് അതുവഴി മുയൽ നടന്നു വന്നത്. ഇതെങ്ങോട്ടാ പതിവില്ലാണ്ട് ചൂണ്ടയുമായി? ആരെങ്കിലും തല്ലാനാണോ? മുയലിനെ കണ്ടതും ആന ആലോചിച്ചു, കുറച്ചു ദിവസത്തേക്ക് എനിക്ക് കിട്ടുന്ന മീന് ഇവന് കൊടുക്കാം. എന്നാലേ എട്ടുകാലി പറഞ്ഞ പോലെ എന്റെ ക്ഷീണവും വേദനയും ഇവന് കിട്ടൂ. ഹലോ, നീ എന്താ ഉറക്കത്തിലാണോ? ഇങ്ങനെ ചിരിക്കാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? ഹോയ്, ഇങ്ങു വാ, ഞാൻ നിനക്ക് കുറച്ച് മീൻ പിടിച്ചു തരാം. ഇത് കേട്ടതും മുയൽ നുണച്ചിറക്കി. മീനോ? ഹേയ്, അതിന് നിനക്ക് മീൻ പിടിക്കാനൊക്കെ അറിയുമോ? പിന്നെ അതൊക്കെ അറിയാം. ഒരു മന്ത്രമുണ്ട്, അത് ചൊല്ലിയാൽ ചൂണ്ടയിൽ കൊത്താത്ത ഏത് മീനും കൊത്തും. ഓ പിന്നെ ഉളവടിക്കാതെ. ഒന്നുമില്ലേലും ജനിച്ചപ്പോ തൊട്ട് ഞാൻ നിന്നെ കാണുന്നതല്ലേ. ഞാനിതുവരെ നീ മീൻ പിടിക്കുന്നത് കണ്ടിട്ടില്ല. എന്നാൽ വാ, കാണിച്ചു തരാം. അങ്ങനെ 2 പേരും പുഴക്കരയിലേക്ക് നടന്നു. ചച്ചുടു പിച്ചുടു പിടിച്ചുടു കച്ചുടു തക്കുടു തക്കുടു 1 2 3. മന്ത്രം ചൊല്ലിയതും ചൂണ്ടയിലൊരനക്കം. ചൂണ്ട വലിച്ച് കരക്കിട്ടപ്പോഴതാ ഒരു വലിയ മീൻ. ഇത് കണ്ടതും ആനക്കുട്ടി പിന്നെ ഒന്നും ആലോചിച്ചില്ല. വെളുക്കുവോളം കുറെ മീനുകളെ പിടിച്ച് മുയലിന് കൊടുത്തു. മുയൽ ഒരു വലിയ കൊട്ടയിൽ വെച്ച് നടന്നുപോയി. അപ്പോഴാണ് ഒരു കുരങ്ങൻ അതുവഴി വന്നത്. ഇതെവിടെ നിന്നാ ഇത്രയും മീനിനെ കിട്ടിയത്? ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ ഓഫർ ഉണ്ടോ? അതെ, എവിടെ? ഏത് സൂപ്പർ മാർക്കറ്റിലാ? ഓഫർ ഉള്ളത് സൂപ്പർ മാർക്കറ്റിലല്ല, പിന്നെ നമ്മുടെ ആനക്കുട്ടി പുഴക്കരയിൽ ഇരുന്നു കൊണ്ട് മീൻ പിടിക്കുന്നുണ്ട്. എല്ലാവർക്കും ഫ്രീ ആയിട്ടാ കൊടുക്കുന്നത്. വേഗം ചെന്നാൽ കിട്ടും. ഇത് കേട്ടതും കുരങ്ങൻ പുഴക്കരയിലേക്ക് ഓടി. അങ്ങനെ ചൂണ്ടയിൽ കുടുങ്ങിയ മീനുകൾ ആനക്കുട്ടി കാട്ടിലെ ഓരോ മൃഗങ്ങൾക്കും കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷെ നമ്മുടെ ആനക്കുട്ടിക്ക് കുറച്ചു കഴിഞ്ഞപ്പോൾ ക്ഷീണവും ഉറക്കവും വരാൻ തുടങ്ങി. ഇതറിഞ്ഞ ആനക്കുട്ടിക്ക് ദേഷ്യം വന്നു. അവൻ ജോലി നിർത്തി എട്ടുകാലിയെ കാണാൻ നടന്നു. എട്ടുകാലിയുടെ അടുത്തെത്തിയതും ആനക്കുട്ടി ചോദിച്ചു, നീ എന്നെ മന്ത്രമൊക്കെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നല്ലേ? എനിക്ക് ക്ഷീണം വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ച മീനുകളൊക്കെ ഞാൻ മറ്റു ജീവികൾക്ക് കൊടുത്തു. ഇപ്പൊ എനിക്ക് കഴിക്കാൻ ഒന്നുമില്ലാതെയായി. കൂടാതെ നല്ല ക്ഷീണവും.
നിനക്ക് ഇപ്പോഴാണോ പിടികിട്ടിയത്? എന്തായാലും നിന്റെ മീൻപിടുത്തം കൊള്ളാം. ഒരു ദിവസം കൊണ്ട് തന്നെ നീ എത്ര കുടം മീനാണ് പിടിച്ചത്? ഇത് കണ്ടോ, എടുക്കുന്ന പണിയിൽ സന്തോഷം തോന്നിയാൽ എവിടെ ക്ഷീണം? എന്തായാലും ഇനി നീ പട്ടിണി കിടക്കേണ്ടി വരില്ല. ഇനി മന്ത്രവും തന്ത്രവും ഒന്നും വേണ്ട. നിനക്കുള്ളത് നീ അധ്വാനിക്കുക, കഴിക്കുക. ദേ അങ്ങോട്ട് നോക്ക്. ആന എട്ടുകാലി പറഞ്ഞ സ്ഥലത്തേക്ക് നോക്കി. ഇപ്പോഴതാ ആന പിടിച്ച മീനുകളുടെ കുട്ടകളുമായി വരി വരിയായി നടന്നു വരുന്ന മൃഗങ്ങൾ. എല്ലാ മൃഗങ്ങളും ആനക്കുട്ടിയുടെ മുന്നിൽ മീൻകുട്ടകൾ വെച്ചു. എനിക്കെന്റെ തെറ്റു മനസ്സിലായി. ഞാനിനി ആരുടെയും ഭക്ഷണം തട്ടിപ്പറിക്കില്ല. സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കും. എല്ലാവരും എന്നോട് ക്ഷമിക്കൂ. അങ്ങനെ അന്നു മുതൽ ആനക്കുട്ടി അധ്വാനിച്ച് ജീവിക്കാൻ തുടങ്ങി. ഇതിൽ നിന്നും എന്തു മനസ്സിലായി? എടുക്കുന്ന ജോലിയിൽ സന്തോഷം കണ്ടെത്തിയാൽ ക്ഷീണം തോന്നുകയില്ല. ഭക്ഷണം കണ്ടാൽ ഉറക്കെ കരയുന്ന കാക്ക, കരച്ചിലു കേട്ടാലോ ഒത്തുകൂടുന്നൊരു കാക്ക. ഭക്ഷണം കണ്ടാൽ ഉറക്കെ കരയുന്ന കാക്ക, കരച്ചിലു കേട്ടാലോ ഒത്തുകൂടുന്നൊരു കാക്ക. കുത്തിയെടുത്തും കാലിൽ കൊരുത്തും, കുത്തിയെടുത്തും കാലിൽ കൊരുത്തും, കൊത്തിപ്പറക്കുന്നു തീറ്റ കൊണ്ട്. ചത്തതും കൊത്തും, ചീഞ്ഞതും കൊത്തും, നല്ലതും കൊത്തും, ചീത്തയും കൊത്തും. കൊക്കിൽ കൊണ്ടത് കൊത്തുന്ന കാക്ക, കൊത്തിപ്പറക്കുന്ന കാക്ക. കൊക്കിൽ കൊണ്ടത് കൊത്തുന്ന കാക്ക, കൊത്തിപ്പറക്കുന്ന കാക്ക. കാക്ക കാക്ക കറുകറുത്തൊരു കാക്ക, കൊമ്പിലിരിക്കുന്ന കാക്ക, മരക്കൊമ്പിലിരിക്കുന്ന കാക്ക. അഴുക്കുകളെത്ര കൊത്തിപ്പറന്നാലും വൃത്തിയിൽ കേമനിവൻ. തോടിലും പാടത്തും കിണറിന്റെ വക്കത്തും വെള്ളം കുടിക്കുന്നവൻ. അഴുക്കുകളെത്ര കൊത്തിപ്പറന്നാലും വൃത്തിയിൽ കേമനിവൻ. തോടിലും പാടത്തും കിണറിന്റെ വക്കത്തും വെള്ളം കുടിക്കുന്നവൻ. കൊക്കും ചിറകും മുക്കിക്കുളിച്ചും, കൊക്കും ചിറകും മുക്കിക്കുളിച്ചും, തൂവൽ നന്നായി തിളങ്ങുന്ന കാക്ക. കൂട്ടമായെന്നും ഒത്തൊരുമിക്കും, ഭക്ഷണം കണ്ടാൽ മാടി വിളിക്കും. കൂട്ടമായെന്നും പറന്നു നടക്കും, സന്ധ്യയിൽ ഒന്നിച്ച്
പറക്കണതാരാണ്? കുഞ്ഞിക്കൊതുകിന്റെ കുത്തുകൊണ്ട, ചോര കുടിക്കുന്ന കുത്തുകൊണ്ട, ചൊറിഞ്ഞു ചുവക്കും മേനിയാകെ പിന്നെ പലവിധ വ്യാധികൾ വന്നു ചേരും. ചൊറിഞ്ഞു ചുവക്കും മേനിയാകെ പിന്നെ പലവിധ വ്യാധികൾ വന്നു ചേരും. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുകുകൾ ഒരുപാട് മുട്ടകളിട്ടു പോകും. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുകുകൾ ഒരുപാട് മുട്ടകളിട്ടു പോകും. പിന്നെ വിരിഞ്ഞു പറന്നവർ നമ്മുടെ ചോര കുടിച്ച് മൂളിപ്പാടും. ചോര കുടിച്ച് മൂളിപ്പാടും. മൂളിപ്പറക്കണതാരാണ്? മുറ്റവും വീടും പരിസരമെല്ലാം വൃത്തിയിൽ കൊണ്ടു നടക്കണം. പൊട്ടിപ്പൊളിഞ്ഞതും കീറിപ്പറിഞ്ഞതും മുറ്റത്തൊരിക്കലും ഇട്ടുകൂടാ. വെള്ളം നിറച്ച കുപ്പിച്ചിരട്ടകൾ തൊടിയിലൊരിക്കലും കണ്ടുകൂടാ. കെട്ടിക്കിടക്കുന്ന മാലിന്യ വെള്ളം വീടിന് ചുറ്റും ഒഴുക്കരുത്. വീടിന് ചുറ്റും ഒഴുക്കരുത്. മൂളിപ്പറക്കണതാരാണ്? വെറുതെ ഇരുന്നെന്റെ കവിളത്ത് കുത്തി മൂളിപ്പറക്കണതാരാണ്? വെറുതെ ഇരുന്നെന്റെ കവിളത്ത് കുത്തി മൂളിപ്പറക്കണതാരാണ്? തൊടിയിലും മുറ്റത്തും വീടിനകത്തും ഒരുപാട് മൂളക്കം കേൾക്കുന്നല്ലോ. തൊടിയിലും മുറ്റത്തും വീടിനകത്തും ഒരുപാട് മൂളക്കം കേൾക്കുന്നല്ലോ. ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല ഒരുപാട് മൂളക്കം കേൾക്കുന്നല്ലോ. ഒരുപാട് മൂളക്കം കേൾക്കുന്നല്ലോ. മൂളിപ്പറക്കണതാരാണ്? പാടവരമ്പത്തിലാരാണ് ഈ കുഞ്ഞിക്കുഴിയിട്ടതാരാണ്? പാടവരമ്പത്തിലാരാണ് ഈ കുഞ്ഞിക്കുഴിയിട്ടതാരാണ്? തെരുതേറെ കുഞ്ഞിളം മുട്ടകളിട്ട് തലയിട്ട് നോക്കുന്നതാരാണ്? തെരുതേറെ കുഞ്ഞിളം മുട്ടകളിട്ട് തലയിട്ട് നോക്കുന്നതാരാണ്? തലയിട്ട് നോക്കുന്നതല്ലേ ഞാൻ കണ്ണിട്ട് നോക്കുന്നതാണേ. തലയിട്ട് നോക്കുന്നതല്ലേ ഞാൻ കണ്ണിട്ട് നോക്കുന്നതാണേ. വയറിന്മേൽ കണ്ണുള്ള ഞണ്ടാണേ ഞാൻ ചുറ്റിലും നോക്കുന്നതാണേ. വയറിന്മേൽ കണ്ണുള്ള ഞണ്ടാണേ ഞാൻ മാന്തി കുഴിച്ച കുഴിയാണേ. കാലുകൾ 10 എണ്ണമുണ്ടല്ലോ കാണുമ്പോൾ പേടിയാകുന്നു. കാലുകൾ 10 എണ്ണമുണ്ടല്ലോ കാണുമ്പോൾ പേടിയാകുന്നു. മുന്നിലെ കാലുകൾ രണ്ടിലും എന്തേ കൊമ്പാണോ മുള്ളാണോ പല്ലാണോ? മുന്നിലെ കാലുകൾ രണ്ടിലും എന്തേ കൊമ്പാണോ മുള്ളാണോ പല്ലാണോ? ഞണ്ടുകൾ ഞങ്ങൾ കടിക്കില്ല, ആരെയും ഞങ്ങൾ കടിക്കില്ല. ഞണ്ടുകൾ ഞങ്ങൾ കടിക്കില്ല, ആരെയും ഞങ്ങൾ കടിക്കില്ല. ശത്രുക്കൾ ആരിലും മുന്നിൽ വന്നാൽ കാലോണ്ടിറുക്കി രക്ഷപ്പെടും. ശത്രുക്കൾ ആരിലും മുന്നിൽ വന്നാൽ കാലോണ്ടിറുക്കി രക്ഷപ്പെടും.